നമസ്കാരം. ഇന്ന് മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് റിപ്പോർട്ടർ ചാനൽ എന്ന മാധ്യമ സ്ഥാപനവും അതിലെ മുതലാളിയായ ആൻഡോ അഗസ്റ്റിൻ എന്ന മരംവെട്ട് കേസിലെ പ്രതിയും. മെസ്സിയെ കേരളത്തിലേക്ക് കളിപ്പിക്കാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മലയാളികളെ മൊത്തം കളിപ്പിച്ച ആളാണ് ഈ ആൻഡോ അഗസ്റ്റിനും സംഘവും. അവിടെ ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് റോഷിപാൽ എന്നാണ്. അദ്ദേഹം ഇവിടെ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ വളരെ വികാരാധീനനായി പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അവളോടൊപ്പം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം എല്ലാ നേതാക്കളുടെയും വീടുകളിലൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തു. ആ പുസ്തകം വായിച്ചു നോക്കിയാൽ അറിയാം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇരട്ടത്താപ്പ്. റോഷിപാലിന് അല്പമെങ്കിലും ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ, ഉളുപ്പും മാന്യതയും മര്യാദയും ഉണ്ടെങ്കിൽ ഈ മരംവെട്ട് കൊള്ളക്കാരൻ്റെ ചാനലിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടത്. അയാൾ അവിടെ ജോലിക്ക് ചേരുക പോലുമില്ലായിരുന്നു. മറ്റുള്ള മാധ്യമപ്രവർത്തകരെ പോലെയല്ല. അദ്ദേഹത്തിന് ഇതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും ആക്രമിക്കുന്നതും അവരെ ഒക്കെ സഹിക്കാൻ കഴിയാത്തൊരു കാര്യങ്ങളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വേദന ഉണ്ടാകുന്ന ഒരു ലോല ഹൃദയം കൂടിയാണെന്ന് തോന്നുന്നു ഈ റോഷിപാൽ. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അപ്പോൾ അദ്ദേഹം അവിടെ ജോലിക്ക് പോലും ചേരില്ലായിരുന്നു. പക്ഷേ എങ്കിലും ജോലിക്ക് ചേർന്ന് പോയി. വയറ്റിപ്പിഴപ്പല്ലേ പ്രശ്നം, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണ്ടേ, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവിടെ ജോലിക്ക് ചേർന്നു. അതിനുശേഷമാണ് ഈ മലയാളികളെ ഒന്നടങ്കം പച്ചയ്ക്ക് വലിപ്പിച്ച എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം, പച്ചയ്ക്ക് വലിപ്പിച്ച ആൻഡോ അഗസ്റ്റിൻ്റെ ഈ മെസ്സിയെ കൊണ്ടുവരും എന്നുള്ള ഈ തട്ടിപ്പ് പുറത്തായത്. എന്നിട്ട് വീണ്ടും വീണ്ടും വന്നിരുന്ന ആൻഡോ അഗസ്റ്റിൻ അതിനെ ന്യായീകരിക്കുമ്പോൾ ചാണകത്തിൽ കുറ്റിച്ചൂല് മുക്കി അത് വെച്ച് ഇവൻ്റെ ഫേസിൽ അടിക്കാനാണ് കാണുന്നവർക്ക് തോന്നുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് ശ്രീജിത്ത് പണിക്കർ പല അഭിപ്രായങ്ങളും പറഞ്ഞു. ശ്രീജിത്ത് പണിക്കരെ ചോദ്യം ചെയ്തുകൊണ്ട് റോഷിപാൽ എത്തി. എന്തായാലും റോഷിപാലിലുള്ള മറുപടി വളരെ ഒരു ഹാസ്യാത്മകമായിട്ടുള്ള രീതിയിൽ ശ്രീജിത്ത് പണിക്കർ സമൂഹ മാധ്യമത്തിലൂടെ ഒരു കുറിപ്പായി തന്നെ എഴുതിയിട്ടുണ്ട്. റോഷിപാൽ ആ കുറിപ്പ് കണ്ടോ എന്നറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ അദ്ദേഹം ഈ ജോലി രാജിവെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ഉളുപ്പില്ലെങ്കിൽ അവിടെ തുടരും. എന്തായാലും ശ്രീജിത്ത് പണിക്കരുടെ ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. അത് ഹാസ്യാത്മകമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതി ഫലിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് കൊള്ളേണ്ട സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. ആരോപണ വിധേയനായ ഒരാൾ തനിക്കെതിരെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളിൽ നിന്നും സ്വന്തം സൗകര്യം പോലെ ഏതാനും ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു തന്ത്രമാണ്. ഈ വിഷയത്തിൽ ഇത്രയും ചോദ്യങ്ങളെയുള്ളൂ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. ആ ചോദ്യങ്ങൾ ചോദിച്ചവർ അതിനു മറുപടി പറയട്ടെ. പക്ഷേ ആ ചോദ്യങ്ങൾ മാത്രമേ ഈ വിഷയത്തിൽ ഉയർന്നിട്ടുള്ളൂ എന്ന് ആരോപണ വിധേയനാണോ തീരുമാനിക്കുന്നത്? ആരോപണ വിധേയനും റോഷിപാൽ ആദിയായ സ്തുതിപാഠകരും അവഗണിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ളൊരു കഥ ഞാൻ പറഞ്ഞു തരാം. കേകയ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ് ലമോദി. അവിടുത്തെ പ്രധാന വ്യവസായിയാണ് ലദാനി. ലമോദിക്ക് മുന്നിൽ ആരോ ഒരാൾ ഒരു ആശയം അവതരിപ്പിക്കുന്നു. നമുക്ക് റൊണാൾഡോയെ രാജ്യത്ത് കൊണ്ടുവരാം. ലമോദി നിർദ്ദേശം സ്വീകരിക്കുന്നു. എന്നിട്ട് അത് കൊണ്ടുവന്നവനെ നൈസായി ഒഴിവാക്കുന്നു. എന്നിട്ട് ലദാനിയെ വിളിച്ച് ഈ പരിപാടി നീ ചെയ്താലേ ഭംഗിയാകൂ എന്ന് പറയുന്നു. ഇതിനായി നിയമ മന്ത്രാലയങ്ങളുടെ ഉപദേശം ലമോദി വേണ്ടെന്ന് വെച്ചു. ലദാനി മുമ്പ് ഫലരാജ പൂരഭാഷിണി തട്ടിപ്പും രാജവൃക്ഷ ഛേദന വെട്ടിപ്പും നടത്തിയ ആളാണെന്നും ആളെ നമ്പരുതെന്നും രാജ്യത്തെ ചാരന്മാർ ലമോദിയെ അറിയിക്കുന്നു. ലമോദി ആ മുന്നറിയിപ്പ് അവഗണിക്കുന്നു. ശേഷം പോർച്ചുഗൽ ഫുട്ബോൾ അധികൃതരോട് ചർച്ച നടത്താനെന്ന് പറഞ്ഞ് ലമോദി നേരിട്ട് പോർച്ചുഗലിൽ പോകുന്നു. തുടർന്ന് ലദാനി പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെടുന്നു. കരാറിൽ ലമോദിയുടെ രാജ്യം പാർട്ടിയല്ല, രാജ്യത്തിന് ലാഭവും നഷ്ടവുമില്ല. കരാറിൽ തൻ്റെ രാജ്യത്തിന് പങ്കില്ലെന്ന് ലമോദി തൻ്റെ ദർബാറിൽ പ്രഖ്യാപിക്കുന്നു. പരിപാടി നടന്നാൽ ലാഭം കൂടുതലും ലദാനിക്ക്, പിന്നെ പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷനും. പക്ഷേ ലമോദിയുടെ രാജ്യത്തിലെ ഔദ്യോഗിക സംവിധാനങ്ങളായ ദേശീയപാത മുതൽ സൈന്യത്തെ വരെ ഒരുക്ക മത്സരത്തിനായി സൗകര്യം പോലെ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് ലദാനി പോർച്ചുഗൽ ഫുട്ബോൾ അധികൃതർക്ക് കത്തയക്കുന്നു. കത്തിൻ്റെ കോപ്പി ലമോദിക്കും വയ്ക്കുന്നു. റൊണാൾഡോയെ കൊണ്ടുവരാനുള്ള പണമടയ്ക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ ലദാനി ലമോദിയോട് ആവശ്യപ്പെടുന്നു. ലമോദി മുൻകൈയെടുത്ത് അതിനുള്ള അനുമതി നൽകുന്നു. ലദാനിയുടെ കയ്യിൽ ഇത്ര പണം എവിടെ നിന്ന് വന്നെന്ന് ലമോദി അന്വേഷിക്കുന്നില്ല. ലമോദിയുടെ കത്തുകളിൽ ഇയാളുടെ നാട്ടിലെ ഒരു സ്വകാര്യ ഗുരുകുലത്തിലെ ഏതോ അധ്യാപികയ്ക്ക് ഒരു കാരണവുമില്ലാതെ കോപ്പി വയ്ക്കുന്നു. പറഞ്ഞ സമയത്ത് മൊത്തം പണം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷൻ ലദാനിക്ക് പിഴയിടുന്നു. ഉടൻ ലമോദി പോർച്ചുഗലിലെ തൻ്റെ സ്ഥാനപതിക്ക് കത്തെഴുതുന്നു. സ്ഥാനപതി പോയി അസോസിയേഷനോട് സംസാരിച്ച് ആ പിഴ ഒഴിവാക്കണമെന്നാവശ്യപ്പെടുന്നു. റൊണാൾഡോയും ടീമും രാജ്യത്ത് വരുമെന്ന് ഒരു ഉറപ്പും കിട്ടിയില്ലെങ്കിലും അവർ വരുമെന്ന് ലമോദി തൻ്റെ ദർബാറിൽ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ലമോദിയുടെ ചങ്ങാതിയും സാമന്തരാജാവുമായ ലവേന്ദുവിൻ്റെ നാട്ടിലെ ഉപ്പുകായൽ എന്ന പേരിലുള്ള കളിസ്ഥലത്തിൻ്റെ നിക്ഷേപത്തുകയും വാടകയും ചുങ്കവും എല്ലാം ഒഴിവാക്കി കളിസ്ഥലം ലദാനിക്ക് വിട്ടുകൊടുക്കാൻ ലവേന്ദുവിനോട് പറയുന്നു. ലദാനി അവിടെ ചെന്ന് കുറച്ച് പുല്ല് നടുന്നു, കസേര വയ്ക്കുന്നു, പെയിൻ്റ് അടിക്കുന്നു, ആരാൻ്റെ കാശിന് കുറേ ലൈറ്റും വയ്ക്കുന്നു.
ചൈത്രമാസത്തിലെ വിൻഡോയിൽ നിന്നും ശ്രാവണ മാസത്തിലെ വിൻഡോയിലേക്കും. അവസാനം റൊണാൾഡോയും വന്നില്ല, പോർച്ചുഗലും വന്നില്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ഉടൻ കോപാകുലനായ ലെമോദി താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന് എന്നും പറഞ്ഞ് പോർച്ചുഗൽ ഫുട്ബോൾ അധികൃതർക്ക് കത്തയക്കുന്നു. കരാറിൽ തൻ്റെ രാജ്യത്തിന് പങ്കില്ലെങ്കിലും അതുണ്ടെന്ന മട്ടിലാണ് ലെമോദി കത്തെഴുതുന്നത്. അവസാനം അടുത്ത ഫാൽഗുന മാസത്തിലെ വിൻഡോയിൽ കളി നടക്കുമെന്ന് പറഞ്ഞ് ലദാനി പരിപാടി അവസാനിപ്പിക്കുന്നു. ഇവിടെ പ്രാഥമിക ചോദ്യങ്ങൾ ഇവയാണ്: 1. ലെമോദി എങ്ങനെ ലദാനിയെ തിരഞ്ഞെടുത്തു? 2. തൻ്റെ രാജ്യം ഈ കരാറിൽ ഇല്ലെന്നിരിക്കെ ലെമോദി എന്തിനാണ് ഈ ഇടപാടിൽ അമിത താൽപ്പര്യം കാണിക്കുകയും തൻ്റെ രാജ്യവും ഇതിലുണ്ടെന്ന് നടിക്കുകയും ചെയ്തത്? ലെമോദി. മൂന്നാമത്തെ ചോദ്യം: ലെമോദി എന്തിന് വിവിധ മന്ത്രാലയങ്ങളുടെ ഉപദേശം ഒഴിവാക്കുകയും ലദാനിക്കെതിരായ ചാരന്മാരുടെ മുന്നറിയിപ്പ് പൂഴ്ത്തുകയും ചെയ്തു? ലെമോദി. നാലാമത്തെ ചോദ്യം: ലെമോദി എന്തിന് പോർച്ചുഗലിൽ പോയി? അഞ്ചാമത്തെ ചോദ്യം: രാജ്യത്തെ ഔദ്യോഗിക സംവിധാനങ്ങളെ ഉപയോഗിക്കുമെന്ന് ലദാനി പറഞ്ഞിട്ടും ലെമോദി എന്തിന് മൗനിയായി? 6. ലെമോദി എന്തിന് ലദാനിക്ക് വേണ്ടി നാട്ടുരാജാക്കന്മാർക്കും വിദേശത്തെ സ്ഥാനപതിക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു? 7. ലെമോദി എന്തിന് ലദാനിക്ക് വേണ്ടി ചട്ടങ്ങൾ ഒഴിവാക്കി? 8. കരാറിലില്ലാത്ത ലെമോദി എന്തിന് പോർച്ചുഗൽ ഫുട്ബോൾ അധികൃതർക്ക് കത്തയച്ചു? കരാറിൽ ഇല്ലാത്തവർക്ക് കോപ്പി വെച്ചു? 9. ലദാനിക്ക് ഇത്ര പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ലെമോദി എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? 10. ലദാനിക്ക് ലാഭമുണ്ടാക്കാൻ രാജ്യത്തിന് ലാഭമല്ലാത്ത പദ്ധതി നടപ്പിലാക്കാൻ ലെമോദി എന്തിന് ശ്രമിച്ചു? ഇതിൻ്റെ ഉത്തരങ്ങളെ തുടർന്ന് അനുബന്ധ ചോദ്യങ്ങൾ വേറെയും ഉണ്ടാകും. സംഗതി ലെമോദിയും ലദാനിയും തമ്മിലാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നവർ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർ അതിന് ചങ്ങാത്ത മുതലാളിത്തം എന്ന് വിളിക്കും. അവർ തമ്മിലല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ആരോപണ വിധേയനോടൊപ്പം തൊഴിലെടുത്ത ചരിത്രമുള്ള നമ്മുടെ നാട്ടിലെ ചില മാധ്യമ സിംഹങ്ങൾ പാലും ചുരുട്ടി മിണ്ടാതിരിക്കുന്നത് പോലെ. മാസപ്പടി കേസിനെ ഒരു GST കേസായി കണ്ടതുപോലെ ഇതിനെയും ഒരു GST കേസായി കാണുന്നത് മണ്ടത്തരമാണ്. GST അല്ല ഇതിലെ വിഷയം. അതിനേക്കാൾ വലുത് പലതുണ്ട് എന്ന് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തെളിയിക്കും. മാധ്യമ മുതലാളിയുടെ ചാനൽ സ്റ്റുഡിയോയിൽ വന്ന് മുതലാളിയോട് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് കേട്ടോ. ആദ്യം നിങ്ങൾ എനിക്കുള്ള ആ ബഹിഷ്കരണം എടുത്തുകളയണം. സ്ഥിരമായി വേണ്ട, ഈ വിഷയത്തിൽ മാത്രം മതി. നമുക്ക് നോക്കാമെന്നേ. പരിപാടി നടത്തുന്നവർക്ക് നല്ല ലാഭമുണ്ടാക്കാവുന്ന ഈ സ്കീമിലേക്ക് ലെമോദി ലദാനിയെ തിരഞ്ഞെടുത്തതിൻ്റെ സുതാര്യത തെളിയിക്കുന്ന ടെൻഡർ കാട്ടിയാൽ എൻ്റെ 2 കോടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ആ ചിത്രത്തിന് ഈ വാർത്തയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ പോസ്റ്റുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലെമോദി ആരാണെന്നും ലദാനി ആരാണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സ്പഷ്ടമാണ്. ഈ റോഷിപാലിനെ പോലെ, അരുൺകുമാറിനെ പോലെയുള്ള ചില പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ചില മാധ്യമപ്രവർത്തകരാണ് ഈ കാര്യങ്ങളൊക്കെ, ഇവനെ പോലെയുള്ള ഈ ആൻഡോ അഗസ്റ്റിനെ പോലെയുള്ള മരം കൊള്ളക്കാരനെ, തട്ടിപ്പുകാരനെ, കബളിപ്പുകാരനെ, വഞ്ചനക്കാരനെയൊക്കെ താങ്ങുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാണ്. അതായത് നമ്മുടെ ചാനൽ ചർച്ചകളിൽ ശ്രീജിത്ത് പണിക്കരുടെ പങ്ക് നമുക്കറിയാം. അദ്ദേഹം വളരെ വ്യക്തമായും സ്പഷ്ടമായും നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ മാന്യമായിട്ടുള്ളൊരു ഭാഷയാണ്. പൊട്ടിത്തെറിക്കാറില്ല. അദ്ദേഹം വികാരാധീനനായി സംസാരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ആ രീതിയിലൂടെയാണ് അദ്ദേഹം എതിരാളിയുടെ കഴുത്തറുക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ശ്രീജിത്ത് പണിക്കരെ പോലും ഈ റിപ്പോർട്ടർ ചാനലിൽ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ 1 കോടി രൂപയാണ് ആൻഡോ അഗസ്റ്റിൻ പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു തെളിവുകളൊക്കെ മാധ്യമങ്ങൾ കാണിച്ചാൽ. പക്ഷേ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന് 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുകയാണ് ഈ ആൻഡോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ എല്ലാവരെയും, എല്ലാ മലയാളികളെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന മരം വെട്ടുകാരൻ വീരപ്പനും അയാളുടെ ശിങ്കിടികളായ ഈ റോഷിപാൽ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നയാളും ഈ അരുൺകുമാറുമൊക്കെ. എന്തായാലും ആൻഡോ അഗസ്റ്റിനും റോഷിപാലിനുമൊക്കെ ശ്രീജിത്ത് പണിക്കരിൽ നിന്ന് കിട്ടി ബോധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വയറ് നിറഞ്ഞ ഏമ്പക്കവും വിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ മറുപടിയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നുണപ്രചാരകരെ തിരിച്ചറിയണം. അവിടെ സ്ത്രീപക്ഷവാദികളാണ്, ഞങ്ങളവിടെ സത്യസന്ധരാണ്, വാർത്തകൾ ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരാണ്, സത്യസന്ധമായ വാർത്തകൾ എത്തിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കബളിപ്പിക്കുന്ന ഈ കപടമുഖങ്ങളുടെ മുഖംമൂടി നമ്മൾ വലിച്ചു കീറി എറിയുക തന്നെ വേണം.